ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള മധുരം എന്ന പാഠഭാഗത്തിലെ താളും തകരയും എന്ന് പറയുന്ന 2-ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വിവരണമാണ്, കുഞ്ഞുണ്ണിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ കൂട്ടുകാരെ. ചക്കയും മാങ്ങയൊക്കെ കുറിച്ചുള്ള രസകരമായിട്ടുള്ള പാഠഭാഗമാണ് താളും തകരയും. അപ്പോൾ നമുക്ക് പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം. അധ്യായം 5, താളും തകരയും. താളും തകരയും. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കഴിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വയ്ക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വയ്ക്കൽ. പണ്ട് എന്ന് വച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ്. മാങ്ങാക്കാലത്ത് ഉച്ചയ്ക്ക് ചക്കക്കുരു മാങ്ങയും, വൈകുന്നേരം മാങ്ങയും ചക്കക്കുരു, അങ്ങനെയുള്ള വീടുകളുമുണ്ട്. അതാണ് അധികം കഷ്ടം. അങ്ങനെയെന്ന് വച്ചാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കൈപ്പയ്ക്കയോ ഒന്നുമല്ല. അതെല്ലാം പണക്കാരുടെ വീടുകളിൽ. മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല്, അങ്ങനെ കണ്ടതും കേട്ടതുമൊക്കെ. ചക്കക്കാലം ഇടിച്ചക്ക മുതൽക്കും മാങ്ങാക്കാലം കണ്ണിമാങ്ങ മുതൽക്കും തുടങ്ങും. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമായി. അത് കഴിഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട്. പിന്നെയാണ് ചക്കപ്പഴത്തിൻ്റെ വരവ്. പച്ചച്ചക്കയുടെ മടലരിഞ്ഞ് മുള്ളു കളഞ്ഞ് ചെറുതായി അരിഞ്ഞരിഞ്ഞ് തോരൻ വയ്ക്കും. പഴച്ചക്കയുടെ മടല് നുറുക്കി പുളിങ്കറി വയ്ക്കാം. പച്ചച്ചക്ക പൂഞ്ഞുകൊണ്ട് ചക്കക്കുഞ്ഞ് എന്ന് പറയും മസാലക്കറി വയ്ക്കാം. ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വയ്ക്കണമെന്നതിന് കണക്കില്ല. മുളിയൂഷ്യം വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, തീയൽ വയ്ക്കാം, അവിയൽ വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കാം, മെഴുകു പെരട്ടി വയ്ക്കാം, പൊടിത്തൂവൽ വയ്ക്കാം, എല്ലാം വയ്ക്കാം. ചക്കക്കുരുവും കായയും ചേർത്ത് വയ്ക്കുന്ന മെഴുകു പുരട്ടി ബഹുക്ഷേമമാണ്. ഇത് വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും. അതിനാൽ ഇത് വലിയ വീട്ടുകാരെല്ലാം വർഷക്കാലത്തെ കൂട്ടാറുള്ളൂ. അന്നേക്കു വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലവണ്ണം ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ 6 മാസത്തിലധികം ചീത്തയാകാതെ ഇതിരിക്കും. ചക്കക്കുരു പഴയതായാൽ ഗുരുത്വം കുറയും, ലഘുത്വം കൂടും. അതിനാൽ വേഗം ദഹിക്കും. വർഷക്കാലത്തേക്ക് വേണ്ടി ചക്കയിൽ നിന്ന് ചക്കക്കുരു മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. അത്യാവശ്യം ചിലർ പച്ച ചക്കച്ചുള കൊണ്ട് പപ്പടമുണ്ടാക്കി വയ്ക്കും. ഈ ചക്ക പപ്പടം ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയാണ് കേട്ടോ. മാങ്ങയും പലതരത്തിൽ സൂക്ഷിക്കാറുണ്ട്. കണ്ണിമാങ്ങ ഉപ്പിലിട്ടുകൊണ്ട് കടുമാങ്ങയായും, മൂത്ത മാങ്ങ ഉപ്പുമാങ്ങയായും, ചെത്തുമാങ്ങയായും, അടമാങ്ങയായും, മാമ്പഴം കൊണ്ട് തിരമാങ്ങയും ഉണ്ടാക്കാം. തിരമാങ്ങയും അടമാങ്ങയും എന്തെന്ന് മനസ്സിലായില്ല അല്ലേ? പറയാം. വെയിലത്ത് ചിക്കപ്പായ വിരിച്ച് അതിൽ കിടക്കപ്പായ വിരിച്ച് അതിൽ മല്ലും മുണ്ട് വിരിച്ച് അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിച്ച് ഉണക്കിയെടുക്കുന്നതാണ് തിരമാങ്ങ. മാങ്ങാത്തിര എന്നും പറയും. പച്ചമാങ്ങ പൂളി കഷ്ണങ്ങളാക്കി ഉപ്പ് പുരട്ടി ഉണക്കിയെടുക്കുന്നതാണ് അടമാങ്ങ. ഇത് രണ്ടും കൊണ്ട് കൂട്ടാൻ വയ്ക്കാം. ചക്കയും മാങ്ങയും ഇല്ലാത്ത 6 മാസം കൂട്ടാൻ വയ്ക്കാൻ കാശ് കൊടുത്ത് വാങ്ങുന്ന പതിവ് കേരളത്തിൽ പണ്ട് പണക്കാർക്ക് പോലും ഇല്ല. വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, കൈപ്പയ്ക്ക, മുതിര, പയറ് എന്നിവയെല്ലാം അതാത് കാലങ്ങളിൽ കൃഷി ചെയ്തുണ്ടാക്കും. എല്ലാ തൊടിയിലും വാഴയുണ്ടായിരിക്കും. മുറ്റത്ത് അമരപ്പന്തലുണ്ടായിരിക്കും. തുവരച്ചെടി ഉണ്ടായിരിക്കും. തൊടിയിൽ ചേനയും ചേമ്പും ഒക്കെ ഉണ്ടായിരിക്കും. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പും ഒക്കെ ഉണ്ടായിരിക്കും. പോരെങ്കിൽ പലതരം ചീരയും ഉണ്ടായിരിക്കും. ഒന്ന് പറയാൻ മറന്നു, മുരിങ്ങ ഇലയായും പൂവായും കായായും കൂട്ടാം. ഈ മുരിങ്ങ മിക്ക പറമ്പുകളിലും ഉണ്ടാകും. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കായും നാളികേരവും അരച്ചു വെച്ചാൽ അതുപോലൊരു കൂട്ടാൻ ഭൂമി മലയാളത്തിൽ ഇല്ലെന്നാണ് പറയാറ്. മാമ്പഴ കൂട്ടാൻ കയ്യിലു കണക്കിലല്ല, മരിക കണക്കിലാണ്. അതിഷ്ടമുള്ളവർ കൂട്ടുക. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്ന വർഗത്തിൽപ്പെടാത്ത പരമദരിദ്രരായ ഒരുപാട് പേരുണ്ടായിരുന്നു പണ്ട് കേരളത്തിൽ. കൊല്ലം മുഴുവനും താളും തകരയും ഞണ്ടും ഞവിഞ്ഞിയുമായി കഴിച്ചു കൂട്ടേണ്ടി വരുന്നവർ. ഓണത്തിന് പോലും 4 വയ്ക്കാൻ പോയിട്ട് രണ്ടാമതൊന്ന് വയ്ക്കാൻ തരപ്പെടാത്തവർ.
ഇത്തരക്കാരിന്ന് കേരളത്തിലില്ല. ഇന്ന് ക്യാബേജും പൊട്ടറ്റോസും തക്കാളിയും കോളിഫ്ലവറും ക്യാരറ്റുമെല്ലാം നാട്ടിൻപുറങ്ങളിലെ കുടിലുകളിൽ പോലും പതിവായി വാങ്ങി കറി വയ്ക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കയ്യെഴുത്തും തലയിലെഴുത്തും എന്ന് പറയുന്ന ഭാഗത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ കൂടെ നോക്കാം, ചോദിച്ചറിയാം. മാമ്പഴ കൂട്ടാൻ കയ്യിൽ കണക്കിലല്ല മരിക കണക്കിലാണ്. അതിഷ്ടമുള്ളവർ കൂട്ടുക. കയ്യിൽ, മരിക എന്നിവ വീട്ടുപകരണങ്ങളാണല്ലോ. ഇതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് ചോദിച്ച് എഴുതുക. പണ്ട് ഉപയോഗിച്ചിരുന്നത് റാന്തൽ, ആട്ടുകല്ല്, അമ്മിക്കല്ല്, പറ. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളാണ്. ഇന്ന് ഇതൊക്കെ കാണാനേ ഇല്ല. അമ്മിക്കല്ലും ആട്ടുകല്ലൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട്, പറ, റാന്തലൊന്നും കാണാനേ ഇല്ല. ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. പഴുത്ത മാവിലെ ഇല കൊണ്ട് തേച്ചാൽ മുഴുത്ത പല്ലും കളഭം മണക്കും. നമുക്ക് പണ്ടുണ്ടായിരുന്ന ശീലത്തെക്കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത്. ദിനചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. പഴുത്ത മാവിനില കൊണ്ട് തേച്ചാൽ പഴുത്ത പല്ലും കളഭം ഉണക്കും. ഇതൊക്കെ പണ്ട് നമുക്കുണ്ടായിരുന്ന ശീലത്തെക്കുറിച്ചുള്ള കേട്ടറിവുകളാണ് കേട്ടോ. അടുത്ത ചോദ്യം പിരിച്ചെഴുതാം. ചക്കക്കുരു. ചക്ക അധികം കുരു. ചക്കച്ചുള. ചക്ക അധികം ചുള. അമരപ്പന്തൽ. അമര അധികം പന്തൽ. തുവരച്ചെടി. തുവര അധികം ചെടി. അടുത്ത ചോദ്യം പാചകക്കുറിപ്പ് തയ്യാറാക്കാം. ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ വീട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക. വളരെ ഈസിയാണല്ലേ. നമുക്ക് നോക്കാം. ചക്ക എരിശ്ശേരി. ചക്ക ചെറുതായി നുറുക്കി കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് നന്നായി വേവിക്കുക. ചക്ക വേവുമ്പോൾ നാളികേരം, അതായത് തേങ്ങയാണ് കേട്ടോ, ജീരകം ഇവ നന്നായി അരച്ച് ചേർക്കുക. വാങ്ങിയിട്ട് നാളികേരം ചിരകിയത് വെളിച്ചെണ്ണയിൽ ചുവക്കെ മൂപ്പിച്ച് ചേർക്കുക. സദ്യ ഒരുക്കാൻ എന്തൊക്കെ? സദ്യവട്ടത്തിന് ആവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെയാണ് എഴുതി നോക്കൂ. അവയിൽ ഏതൊക്കെ ഇനങ്ങളാണ് നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതെന്ന് കണ്ടെത്തുക കേട്ടോ. നോക്കിയേ കൂട്ടുകാരെ, ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുറച്ച് കവിതകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കതിനെയൊക്കെ ചൊല്ലി രസിക്കാം കേട്ടോ. പരത്തി പറഞ്ഞാൽ പപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടെടുത്തി അമർത്തിയാൽ പടം. അപ്പോൾ കൂട്ടുകാരെ ഈ കവിതയൊക്കെ ചൊല്ലി പഠിക്കുക കേട്ടോ. കവിതാശകലങ്ങൾ ശേഖരിക്കുക, ക്രമപ്പെടുത്താം. ഇവിടെ താഴെ തന്നിരിക്കുന്ന പദങ്ങൾ അക്ഷരമാല ക്രമത്തിൽ ക്രമപ്പെടുത്തി കൂട്ടുകാരെ എഴുതുക. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ചെയ്യണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ താളം തകര എന്ന് പറയുന്ന മനോഹരമായ പാഠഭാഗമാണ് പഠിച്ചത്. അതിൽ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കൂട്ടുകാർ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.